Hari Om and good morning. Welcome to the online class of Chinmaya Mission College. In the last class, we have seen what's the LPP. That means linear programming problems. Linear programming problems. എന്താണൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നതാണ് linear programming problems. That means we are making mathematical models. We are converting to the given data into quantity. That means mathematical model. We are making mathematical models. തന്നിരിക്കുന്നതിന് മുഴുവൻ നമ്മൾ മാത്തമാറ്റിക്കൽ മാത്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് അതിനൊരു മോഡൽ ഉണ്ടാക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കാം. ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇവിടെ വി ആർ മേക്കിംഗ് ഇക്വേഷൻസ്. കേട്ടല്ലോ, ഇൻഇക്വാലിറ്റീസ് ആണ് ഇക്വേഷൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ മീൻസ് ഫസ്റ്റ് ഓർഡർ, അതായത് സ്ക്വയർ ഉണ്ടാവില്ല. എക്സ് സ്ക്വയർ എക്സ് ടു സ്ക്വയർ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ x1 x2 x3 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും സ്ക്വയറുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണ് നമ്മളിവിടെ കാണുന്നത്. ലീനിയർ എന്നുള്ള വാക്ക് അതിൽ നിന്നാണ്. പ്രോഗ്രാമിംഗ് മീൻസ് വി ആർ മേക്കിംഗ് പ്രോഗ്രാമിംഗ് ഫോർ ടു അച്ചീവ് സർട്ടൻ ഒബ്ജക്റ്റീവ്സ്. ചില പ്രത്യേക ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ. ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഓർ ടു മിനിമൈസ് ദ കോസ്റ്റ്. ദാറ്റ്സ് ഒബ്ജക്ട്സ് വി ആർ ഹാവിങ്. കേട്ടല്ലോ, to achieve these aims, objectives, we are making programs. അതിനുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നു. അതെങ്ങനെയാണ്? മാത്തമാറ്റിക് മോഡലിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് എഴുതി വയ്ക്കുകയല്ല ചെയ്യുന്നത്, സംഖ്യകളിലൂടെയാണ് അത് കാണിക്കുന്നത്. ആൻഡ് ഹിയർ വി എക്സ്പ്രസ് ദീസ് തിങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് മുഴുവൻ. ഇൻഇക്വാലിറ്റീസ് ആണ്. കേട്ടല്ലോ, നോട്ട് ഈക്വൽ ടു അങ്ങനെയല്ല. എന്താണ് ഈക്വൽ ടു എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നില്ല ഇവിടെ. ഇവിടെ ലെസ് ദേനോ അല്ലെങ്കിൽ ലെസ് ദേൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദേൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. അതിൽ ഞാൻ 3 കാര്യങ്ങളാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഒന്ന്, ഫസ്റ്റ് തിങ് ഈസ്, ആദ്യത്തേത് എന്താണ്? ഒബ്ജക്റ്റീവ് ഫോർമുല. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എഴുതി വയ്ക്കുകയാണ്. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ whether our aim is to maximize or minimize. ഈ പ്രോബ്ലം മാക്സിമൈസേഷൻ്റെ ആണോ മിനിമൈസേഷൻ്റെ ആണോ, അതാണ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ആദ്യം കണ്ടുവയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ടു ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് മാക്സിമൈസേഷൻ. ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്? മിനിമൈസേഷൻ. അതാണ് ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പലപ്പോഴും ചോദ്യത്തിൽ ഉണ്ടായിരിക്കും മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിങ്ങളത് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എഴുതി വയ്ക്കുന്നു. എന്താ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ? മാക്സിമൈസ് സെഡ് ഈസ് ഈക്വൽ ടു. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എഴുതി വയ്ക്കുക. ലോസ് ആണെങ്കിൽ കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് എന്താണോ തന്നിട്ടുള്ളത് അത് എഴുതി വയ്ക്കുക. അപ്പം ആ കോസ്റ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് അഥവാ പ്രോഫിറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് x1 പ്ലസ് രണ്ടാമത്തെ പ്രോഫിറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു x2 കഴിഞ്ഞു. മൂന്നാമതൊരെണ്ണുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ഇതിൻ്റെ എത്രയാണോ അതിൻ്റെ വാല്യൂ ഇൻറ്റു x3. അത്രയേ ഉള്ളൂ. അവിടെ ഈക്വൽ ടു എന്നൊന്നുമില്ല. പിന്നെ അടുത്തത് സബ്ജക്റ്റ് ടു കണ്ടീഷൻ, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്, സബ്ജക്റ്റ് ടു ലിമിറ്റ്. ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്. ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. ഒരു മെഷീനും കണ്ടമാനം നേരം വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു തൊഴിലാളിനെയും വല്ലാതെ നേരം വർക്ക് ചെയ്യിക്കാനൊന്നും പറ്റില്ല. ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്, സർട്ടൻ റെസ്ട്രിക്ഷൻസ്, സർട്ടൻ കൺസ്ട്രെയിൻസ്, സർട്ടൻ കണ്ടീഷൻസ്. അപ്പം നമ്മൾ രണ്ടാമത്തേത് ഇതിന് സപ്പോർട്ടീവായിട്ട്, അതായത് മാക്സിമൈസേഷൻ ആണെങ്കിൽ അതിനോട്, അല്ലെങ്കിൽ മിനിമൈസേഷൻ ആണെങ്കിൽ അതിനോട്, വാട്ട് എവർ ഇറ്റ് മേ ബി, അതിനോട് ബന്ധപ്പെട്ടിട്ട് സപ്പോർട്ടീവായിട്ട് വി വിൽ ബി ഗിവൺ സം ഇൻഫോർമേഷൻ. അത് എഴുതുന്നു. അതാണ് ഇക്വേഷനായിട്ട് വരുന്നത്. ഇൻഇക്വാലിറ്റീസ് ആയിരിക്കും അത്. കേട്ടല്ലോ, അത് ഓരോന്നും എത്ര സമയം ഉപയോഗിക്കുന്നുണ്ടെന്ന് എഴുതുന്നുണ്ടാവും. എന്നിട്ട് ആ സമയത്തിൻ്റെ ലിമിറ്റേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഇത്ര സമയം ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ കുറവ് ഉപയോഗിക്കാൻ പാടില്ല. സർട്ടൻ കണ്ടീഷൻസ് മേ ബി ദ. ഇന്നലത്തെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ വളരെ വ്യക്തമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അപ്പം അത് 2 ഇക്വേഷൻ ആണെങ്കിൽ 2 എണ്ണാണെങ്കിൽ 2 ഇക്വേഷൻ ഉണ്ടാവും, 3 എണ്ണാണെങ്കിൽ 3 ഇക്വേഷൻ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. എത്ര വേണമെങ്കിൽ ഇക്വേഷൻസ് ഉണ്ടാകാം.
അത് കഴിഞ്ഞ് പിന്നെ അവസാനം കാണിക്കുന്നത് മൂന്നാമത്തെ ഒരു ഇത് നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. അതാണ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. നമ്മൾ ഇപ്പൊ കണ്ട കൺസ്ട്രെയിൻസ് ദാറ്റ് മേ ബി ടെക്നിക്കൽ കൺസ്ട്രെയിൻസ് ഓർ അവൈലബിലിറ്റി കൺസ്ട്രെയിൻസ് ഓർ റിസോഴ്സ് കൺസ്ട്രെയിൻസ് അതൊക്കെ ആയിരിക്കാം. മൂന്നാമത് പറയുന്നതിൻ്റെ കൺസ്ട്രെയിൻസ് അഥവാ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ നെഗറ്റിവിറ്റി. അതായത് X1 X2 എത്ര യൂണിറ്റ് X1 ഉൽപ്പാദിപ്പിക്കണം, എത്ര യൂണിറ്റ് X2 ഉൽപ്പാദിപ്പിക്കണം, ദാറ്റ് വോണ്ട് ബി നെഗറ്റീവ് വാല്യൂ. ദാറ്റ് മേ ബി 0 ഓർ ഗ്രേറ്റർ ദാൻ 0. അത് നെഗറ്റീവ് അല്ല. അതാണ് X1, X2 നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കേട്ടല്ലോ. ഇനി മൂന്നെണ്ണം ഉണ്ടെങ്കിൽ X1, X2 ആൻഡ് X3 ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0യേക്കാൾ വലുതാണ് എന്നാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇന്നൊരു 2 പ്രോബ്ലം കൂടി അതിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരുവിധ കാര്യങ്ങൾ ഇപ്പം തന്നെ മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇപ്പം തന്നെ ഒരുവിധമൊക്കെ മനസ്സിലാവേണ്ട കുട്ടികൾക്ക് മനസ്സിലാവും. ഈ പ്രോബ്ലം ആണെങ്കിൽ കുറേ വലുതാണ്, പക്ഷെ ഇതിൽ ചെയ്യാനൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. മാർക്ക് പെട്ടെന്ന് വാരിയെടുക്കാൻ പറ്റിയ ഇതാണ്. ഇതിന് മുമ്പിലത്തെ ചാപ്റ്ററിലത്തേതും അതുപോലെ അതായത് ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ ഈ LPPയും പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് എടുക്കാവുന്നതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇതിന് പകരമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ടെസ്റ്റിങ്ങും ഹൈപ്പോത്തീസിസും, മറ്റൊന്ന് അനോവയും. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നറിയാം. അത് ഓർത്തിരിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം. ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിലില്ല. ഇത് വളരെ സിമ്പിൾ ആക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ സിലബസ് വളരെ സിമ്പിൾ ആക്കിയിരിക്കുക. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് കണ്ടു നോക്കാം. ശ്രദ്ധിക്കും. എ ഡെക്കറേറ്റർ മീൻസ് ഹൗസ് ഡെക്കറേറ്റർ, ഹോം ഡെക്കറേറ്റർ, വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ. എ ഡെക്കറേറ്റർ മാനുഫാക്ചേഴ്സ് 2 types of lamp A and B. കല്യാണങ്ങൾക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വരുമ്പോൾ പലതരത്തിലുള്ള കളറിലുള്ള ബൾബുകൾ വീടിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ഞാത്തിയിടണം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ബൾബുകളാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് എയും മറ്റൊന്ന് ബിയും ആണ്. ബോത്ത് ലാംപ്സ് ഗോ ത്രൂ 2 technicians, ഫസ്റ്റ് കട്ടർ ആൻഡ് സെക്കൻഡ് ഫിനിഷർ. ഈ 2 ബൾബുകൾ ഈ ലാമ്പുകൾ, ബൾബല്ല ലാമ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ, പ്രത്യേക മോഡലൊക്കെ ആയിരിക്കാം വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതല്ലേ. ആ ലാമ്പുകൾ 2 ലാമ്പുകളും ഗോ ത്രൂ 2 technician, 2 ടെക്നീഷ്യന്മാരുടെ കയ്യിലൂടെ കടന്നു പോകും. ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്. ഒരാളുടെ പണി കട്ടർ, ഫസ്റ്റ് കട്ടർ. ആദ്യത്തെ ആൾക്ക് എവിടെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്, എവിടേക്കാണ് അതിൻ്റെ വയർ കൊടുക്കുന്നത്, എവിടെയൊക്കെ കട്ട് ചെയ്യണം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്തണോ, കട്ട് ചെയ്യേണ്ട കേസുകളാണ് അയാൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും. ആൻഡ് ഹീസ് ദ ഫിനിഷർ. അയാൾക്ക് അതിൻ്റെ ഫിനിഷിംഗ് ആണ്. അതിൽ പെയിൻറ്റിങ്, സ്പ്രേ പെയിൻറ്റ് ചെയ്യാം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫിനിഷിംഗ് വർക്ക് നടത്താനുണ്ടെങ്കിൽ അതൊക്കെ നടത്താം. ഇതാണ് രണ്ടാമത്തെ. അപ്പം കട്ടറിലൂടെയും ഫിനിഷറിലൂടെയും ഈ 2 ആളുകളിലൂടെയും ഈ 2 ബൾബുകൾ, ഈ 2 തരത്തിലുള്ള ബൾബുകൾ എയും ബിയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ലാമ്പ് എ റിക്വയർസ് 2 hours ഓഫ് ദ കട്ടേഴ്സ് ടൈം ആൻഡ് 1 hour ഓഫ് ദ ഫിനിഷേഴ്സ് ടൈം. ആദ്യത്തെ ലാമ്പിന് അത് കട്ടറുടെ ടൈം 2 മണിക്കൂർ കട്ടർ അതുമ്പോൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഫിനിഷർക്ക് കൊടുക്കുന്നു, അയാൾ അതുമ്പോൾ 1 മണിക്കൂറും വർക്ക് ചെയ്യണം. ലാമ്പ് എയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ലാമ്പ് ബിക്ക് പറയുന്നത് റിക്വയർസ് 1 hour ഓഫ് കട്ടേഴ്സ് ടൈം ആൻഡ് 2 hours ഓൺ ഫിനിഷേഴ്സ് ടൈം. ലാമ്പ് ബിക്ക് അതിനു വേണ്ടിയിട്ട് 1 മണിക്കൂർ കട്ടർ അതുമ്പോൾ പണിയണം, 2 മണിക്കൂർ ഫിനിഷറും അതുമ്പോൾ പണിയണം. ദ കട്ടർ ഹാസ് 104 hours. കട്ടർക്കാണെങ്കിൽ 104 മണിക്കൂറാണ് അയാൾക്കൊരു മാസത്തിലുള്ളത്. തരാൻ പറ്റിയ അവർ 104 മണിക്കൂർ തരും. ആൻഡ് ദ ഫിനിഷർ ഹാസ് 76 hours ഓഫ് അവൈലബിൾ ടൈം ഈച്ച് മന്ത്. അപ്പോൾ ഫിനിഷർക്ക് 76 അവറും തരും, കട്ടർക്ക് 104 മണിക്കൂറും. അതിലപ്പുറത്ത് അവർ വർക്ക് ചെയ്യില്ല. അതിൻ്റെ താഴെ കണ്ടിട്ടേ വർക്ക് ചെയ്യില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവില്ല. പ്രോഫിറ്റ് ഓൺ ദ ലാമ്പ് എ ഈസ് ₹6 ആൻഡ് ദ ലാമ്പ് ബി ഈസ് 11. രണ്ടിൻ്റെയും പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇത്ര മതി നമുക്കിത് എന്താണെന്നുള്ളത് അവിടെ തന്നെ മനസ്സിലാക്കാം. എന്നാലും ഇവർ തന്നിട്ടുണ്ട്. ഫോർമുലേറ്റ് എ മാത്തമാറ്റിക്കൽ മോഡൽ, LPP മോഡൽ, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മോഡൽ. നമുക്ക് ഉണ്ടാക്കുന്ന മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
ടേബിൾ ഉണ്ടാക്കണം എന്നുള്ളതിന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്താണ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മാഷ് പറഞ്ഞു ടേബിൾ ഉണ്ടാക്കി, അങ്ങനെയൊന്നും ഇല്ല. ടേബിൾ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും, തെറ്റാതെ ഉത്തരം കിട്ടും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ടേബിളിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ടേബിൾ തന്നെ പഠിച്ചിരിക്കണമെന്ന് നോ, അങ്ങനെയൊന്നുമില്ല. ഇതൊരു ടിപ്പാണ്, എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഞാനൊക്കെ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ എനിക്കൊന്നും വേണ്ടതിൽ നോക്കിയാൽ തന്നെ ഞാൻ പറയുമായിരിക്കാം, പക്ഷേ ഏറ്റവും നല്ലത് ടേബിൾ ഉണ്ടാക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ്, 2 ലാമ്പ് ഉണ്ട്. ലാമ്പിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ഓൺ ലാമ്പ് എ ആൻഡ് ലാമ്പ് ബി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ടോപ്പിൽ കാണിക്കേണ്ടത് ലാമ്പ് എയും ലാമ്പ് ബിയും ആണ്. ഓക്കെ, ലാമ്പ് എയുടെ എണ്ണം നമ്മൾ x1, അതിൻ്റെ വാരിയബിള് x1 ആക്കി എടുക്കുന്നു. ലാമ്പ് ബിയുടെ നമ്മൾ എന്താക്കി എടുക്കുന്നു, x2 ആക്കി എടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത് ടെക്നീഷ്യൻ ആണ്. എത്ര ടെക്നീഷ്യൻ ഉണ്ട്? 2 ടെക്നീഷ്യൻ ഉണ്ട്, 1ഉം 2ഉം കാണിക്കുന്നു. ഏറ്റവും താഴെ പ്രോഫിറ്റ് എഴുതുന്നു. ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് അവൈലബിലിറ്റി ഓഫ് അവേഴ്സ്, എത്ര മണിക്കൂർ വീതമുണ്ട്. ഞാൻ കല്യൊന്നും വരച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു ലാമ്പ് എയും ലാമ്പ് ബിയും അതിൻ്റെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് അതാണ് ടോപ്പിൽ കൊടുത്തത്. കേട്ടല്ലോ, ഇങ്ങനെ അതിൻ്റെ വാല്യൂ ഇങ്ങനെ കൊടുക്കുന്നു. ഇത് ടെക്നീഷ്യനാണ്, ടെക്നീഷ്യൻ 1, ടെക്നീഷ്യൻ 2, അത് ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ അവൈലബിലിറ്റി ഓഫ് അവേഴ്സ്, ഇതാണ് കൺസ്ട്രെയിൻസ്. ടൈമാണ് ഇവിടെ കൺസ്ട്രെയിൻസ്, സമയം അത്ര ഇല്ല. ആദ്യത്തെ ഈ മെഷീന് 104 അവറേ കിട്ടുള്ളൂ, മറ്റേത് 76 അവറേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓരോന്നിൻ്റെയും പ്രോഫിറ്റ്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഡാറ്റ കൊടുക്കുകയാണ്. നോക്കൂ, ബോത്ത് ദ ലാംപ്സ് ഗോ ത്രൂ 2 ടെക്നീഷ്യൻസ്. ഫസ്റ്റ് കട്ടർ, രണ്ടാളും 2 മെഷീനിലൂടെയും കടന്നു പോകുന്നുണ്ട്, ഈ 2 ലാമ്പുകളും. ലാമ്പ് എ റിക്വയേഴ്സ് 2 hours ഓൺ ദ കട്ടേഴ്സ് ടൈം. ഞാനിവിടെ കട്ടറിനാക്കാണ്ട, നിങ്ങൾക്ക് ഇനി പ്രശ്നം വേണ്ട. കട്ടർ ഇതാരാണ്? കട്ടറും പിന്നെ ഫിനിഷർ, കട്ടറും ഫിനിഷറും. ഓക്കെ, ഇനി നോക്കാം. അപ്പം ലാമ്പ് എ റിക്വയേഴ്സ് 2 hours ഓഫ് കട്ടേഴ്സ്. ഇതിന് 2 hour വേണ്ടത്, കട്ടറിൻ്റെ ടൈം. പിന്നെ 1 hour ഫിനിഷറുടെ ടൈമും വേണം. ലാമ്പ് ബിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞത്, 1 hour കട്ടറുടെ ടൈമും വേണം. നേരെ വിപരീതമായിട്ട് 1 hour ഇത് എത്ര അവറാണ്? 2 hour ആണ്. അതിലുള്ളത് ഇങ്ങോട്ട് പറക്കിയെടുത്ത് എഴുതിയെന്നുള്ളൂ ഞാൻ. ദ കട്ടർ ഹാസ് 104 hours. ആകെ കട്ടർക്ക് തരാവുന്നത് 104 അവറേ ഉള്ളൂ, അതിനേക്കാൾ താഴേക്ക് എടുക്കുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാരണം അതിനേക്കാൾ കൂടുതൽ. ലെസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൽ പോലെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104 hours ആണ്. മറ്റേ അയാൾക്ക് 76 hour ആണ്. അതായത് 76 hourനേക്കാൾ താഴെ തരാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് തരാൻ ഇല്ല. അപ്പം കട്ടറിൻ്റെ ഇനീക്വാലിറ്റി കാണിച്ചു. ഇനി പ്രോഫിറ്റ്, ആദ്യത്തേതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഓൺ ദ ലാമ്പ് എ 6 ആൻഡ് ലാമ്പ് ബി 11. ഇത് 6 ആണ്, ഇത് 11 ആണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിനി പെട്ടെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ഉടനെ തന്നെ എഴുതി ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എഴുതാൻ പോവാണ്. ഇത് മാക്സിമൈസേഷൻ ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പം ഞാനിവിടെ എഴുതി, ഇതാണ് മാക്സിമൈസ് സെഡ് ഈസ് ഈക്വൽ ടു, മാക്സിമയിലും മിനിമയിലും സെഡ് തന്നെയാണ്. മാക്സിമൈസ് സെഡ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ആ പ്രോഫിറ്റ് നോക്കാം. 6 ഈ x1 അതിൻ്റെ ഒപ്പം എഴുതാം. 6x1 പ്ലസ് 11x2 കഴിഞ്ഞു. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ, സബ്ജക്റ്റ് ടു കണ്ടീഷൻ. അപ്പം ഞാനിവിടെ എഴുതി സബ്ജക്റ്റ് ടു എന്ന് എഴുതിയാൽ മതി. സബ്ജക്റ്റ് എഴുതി വന്നപ്പോഴത്തേക്ക് 2 2 കുത്തിട്ടു. ഇനി എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് ഉള്ളത്, ലിമിറ്റേഷൻസ് ഉള്ളത്? ഇത് 2 hour, ഇത് 1 hour. പക്ഷേ എന്തൊക്കെയായാലും 104 അവറിൻ്റെ താഴെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് 2x1 2 മണിക്കൂറാണ്. ഇതിന് 2 മണിക്കൂർ എത്ര പ്രോഡക്റ്റ് ഉപയോഗിക്കാം, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളതിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പം എന്താണ് 2x1 പ്ലസ് 1x2, 1x2 എന്നൊന്നും എഴുതേണ്ട, x2 എന്നാ പറയുള്ളൂ, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 104. ഓക്കെ, ആദ്യത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് 1 ആണ്. ഇവിടെ 1x1 ഒന്നും എഴുതണ്ട, x1
plus 2x2 that is equal less than or equal to 76. Constraints, technical constraints അവസാനിച്ചു കേട്ടല്ലോ. അവേഴ്സിന്റെ ലിമിറ്റേഷൻസ് അവസാനിച്ചു. ഇനി നമുക്ക് എഴുതേണ്ടത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനാണ്. ഇതിൽ ഈ x1ഉം x2ഉം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര എണ്ണം ലാമ്പ് എ എത്ര എണ്ണം ഉൽപ്പാദിപ്പിക്കണം, ലാമ്പ് ബി എത്ര എണ്ണം ഉൽപ്പാദിപ്പിക്കണം, അതാണ് ചോദ്യം. x1ഉം x2ഉം കണ്ടുപിടിക്കുക. ദേ ആർ ദ വേരിയബിൾസ്. അത് നമ്മൾ ദേ ആർ ദ അൺനോൺസ്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതൊക്കെ എഴുതിയത്. ഇനി നമ്മൾ പറയുകയാണ് ഈ x1ഉം x2ഉം ഒന്നുകിൽ 0 ആകാം, അല്ലെങ്കിൽ 0-നേക്കാൾ അധികം, അല്ലാണ്ട് 0-നേക്കാൾ താഴെ ഒരിക്കലും വരുന്നില്ലല്ലോ. ഞാൻ ഇവിടെ എത്ര കുട്ടികളെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു -3 കുട്ടികളെ പഠിപ്പിച്ചു എന്ന് പറയോ? ഇല്ല. ഇന്നലെ വന്നത് എത്രയാണ്, 54 കുട്ടികളായിരുന്നു. ഇന്ന് 62 കുട്ടികൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ -56 കുട്ടികൾ എന്ന് പറയില്ല. അതുപോലെ ഇവിടെ പ്രൊഡക്ഷൻ ഒരിക്കലും നെഗറ്റീവ് ആകില്ല. അത് നമ്മളൊന്ന് എടുത്തെഴുതുന്നു. x1, x2 they are greater than or equal to 0. 0 ആകാം, അല്ലെങ്കിൽ 0യേക്കാൾ വലുതാകാം. x1 0 ആകാം, 0യേക്കാൾ വലുതാകാം. x2 0 ആകാം, 0യേക്കാൾ വലുതാകാം. കഴിഞ്ഞു. പ്രോബ്ലം കാണുമ്പോൾ വല്ലാതെ തോന്നിക്കുന്നുണ്ടെങ്കിലും ചെയ്യാനൊന്നുമില്ല, വായിച്ചിങ്ങോട്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ടേബിൾ വരച്ചത് കൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പറ്റിയത്. ഇല്ലെങ്കിൽ അത് എഴുതി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റും. അതുകൊണ്ട് ഈ ടേബിൾ വരച്ചിട്ട് തന്നെ ആളുകൾ നമ്മളോട് പറഞ്ഞോട്ടെ, ഒരു വസ്തു അറിയാതെ ടേബിളൊക്കെ വരച്ച് കളിക്കാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരു റഫായിട്ടെങ്കിലും ഒരു ടേബിൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ചെയ്താൽ മതി. ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. ഈ പ്രോബ്ലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ശ്രദ്ധിക്കും. പ്രോബ്ലം വലിയ പ്രോബ്ലമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകുതിയും ഈ പ്രോബ്ലം ഒക്കെ തന്നെയാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, പ്രോബ്ലത്തിനെ വലിപ്പമുള്ളൂ. ഇത് ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കും. എ കമ്പനി മാനുഫാക്ചേഴ്സ് 2 types of product A1 and A2. ഒട്ടുമുക്കാലും അങ്ങനെ തന്നെ. 2 പ്രോഡക്റ്റ് ആണുള്ളത്, A1ഉം A2ഉം. വരെ പ്രോഡക്റ്റ് ആണ്, അതിന്റെ പ്രോഫിറ്റോ ലോസോ ആണ്. ഉടനെ മനസ്സിലായല്ലോ, A1ഉം A2 ആണ് ടോപ്പിൽ വരേണ്ടതെന്ന് മനസ്സിലായി. ഈച്ച് പ്രോഡക്റ്റ് യൂസസ് മില്ലിംഗ് ആൻഡ് ഡ്രില്ലിംഗ് മെഷീൻസ്. മില്ലിംഗ് എന്ന് ഇടിക്കുക കേട്ടല്ലോ. അവിടെ ഈ 2 പ്രോഡക്റ്റിനും മില്ലിംഗും ഉണ്ട്, ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ തുളയ്ക്കുക. ഇടിക്കലും ഉണ്ട്, തുളയ്ക്കലും ഉണ്ട്. അങ്ങനെ 2 മെഷീനുകളിലൂടെ ഈ 2 ടൈപ്പുള്ള പ്രോഡക്റ്റുകളും കടന്നു പോകണം. The process time per unit of A1 on the milling is 10 hours and on the drilling machine is 8 hours. ആദ്യത്തെ പ്രോഡക്റ്റ് A1ന് മില്ലിങ്ങില് അത് എത്ര സമയം എടുക്കുന്നു? 10 അവർ എടുക്കുന്നു. ഡ്രില്ലിങ്ങിന് 8 അവർ എടുക്കുന്നു. The processing time per unit of A2, രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? On the milling is 15 hours, 15 മണിക്കൂർ മില്ലിങ്ങിൽ ഉപയോഗിക്കുന്നു. ആൻഡ് ഓൺ ദ ഡ്രില്ലിംഗ് മെഷീൻ 10 hours, 10 hours ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലങ്ങൾ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. The maximum number of hours available per week on the milling and drilling machines are 80 hours and 60 hours respectively. അപ്പം മില്ലിങ്ങിന് എത്ര അവറാണ്? 80 hours ഉണ്ട്. ഡ്രില്ലിങ്ങിന് എത്ര അവർ ഉണ്ട്? 60 hours ഉണ്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് യഥാക്രമം. അപ്പൊ ഇതിനാണ് മില്ലിങ്ങിനുള്ളത്, ഇത് ഡ്രില്ലിങ്ങിനുള്ളതാണ്. ഇനി ഓൾസോ ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് സെല്ലിംഗ് A1 ആൻഡ് A2 ആർ, A1ൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 25 ആണ്, A2ൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 35 ആണ്. ഫോർമുലേറ്റ് എ LPP മോഡൽ, ദാറ്റ് മീൻസ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു A1ഉം A2 ആണ് 2 പ്രോഡക്റ്റ്. മുകളിലത് കാണിക്കണം. സൈഡിൽ എന്താ കാണിക്കണ്ടേ? മെഷീൻ ഉണ്ട്, മില്ലിംഗ് മെഷീൻ ഉണ്ട്, ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. മെഷീൻസ് എന്ന് കാണിക്കുക, താഴെ മില്ലിംഗ് മെഷീൻ, അതിൻ്റെ താഴെ ഡ്രില്ലിംഗ് മെഷീൻ, അതിൻ്റെ താഴെ പ്രോഫിറ്റ്. ഈ സൈഡിൽ ആദ്യത്തേൽ പ്രോഡക്റ്റ് A1, അവിടെ ബ്രാക്കറ്റിൽ x1 എന്ന് എഴുതാം. പ്രോഡക്റ്റ് A2, അതിൽ x2 എന്നും നിങ്ങൾ ഒറ്റ മിനിറ്റ്
യെസ്. അപ്പം ലാസ്റ്റ് കോളായിട്ട് നമ്മൾ എന്താ എഴുതാം? അവൈലബിലിറ്റി ഓഫ് മെഷീൻ അവേഴ്സ്. ധാരാളമായിട്ട് മെഷീൻ അവേഴ്സ് ഇല്ല, അതാണ് കൺസ്ട്രെയിൻസ്, അതാണ് ലിമിറ്റേഷൻസ്. ഞാൻ നോക്കും, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് A1 അതിന് X1 എന്ന് കൊടുത്തു, പ്രോഡക്റ്റ് A2 അതിന് X2. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മുകളിൽ വരണം. ഇതിൻ്റെ പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മില്ലിംഗ് മെഷീൻ്റെ പ്രോഫിറ്റോ ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രോഫിറ്റോ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും മുകളിലോട്ട് പോകണമായിരുന്നു. ടേബിൾ എഴുതുമ്പോൾ റഫായിട്ടൊരു ടേബിള്, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതല്ല ഇമ്പോർട്ടൻ്റ്. ഇതിന് ശേഷം എഴുതാൻ പോകുന്ന ഇക്വേഷൻസ് കേട്ടല്ലോ, ഇൻഇക്വാലിറ്റീസ്, അതുപോലെ ഒബ്ജക്റ്റീവ് ഫോർമുല, അതുപോലെ എന്താണ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് അതിനു വേണ്ടി റഫായിട്ടൊന്ന് വരയ്ക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ മുകളിൽ ഇതിൽ ഈ മില്ലിംഗ് മെഷീൻ്റെയും ഡ്രില്ലിംഗ് മെഷീൻ്റെയും പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് നേരെ തിരിയണം, ഇത് രണ്ടും മുകളിലേക്ക് പോകണം. ഇതിൻ്റെ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും മുകളിൽ എഴുതി, പ്രോഡക്റ്റ് താഴേക്ക് മെഷീൻ എഴുതി, മില്ലിംഗ് മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ പ്രോഫിറ്റ്, പ്രോഡക്റ്റ് A1 ഉടനെ തന്നെ ബ്രാക്കറ്റിൽ എഴുതുക X1. അതാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് ഒരു മിനിറ്റ്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഇനി നമ്മൾ ഇതിലേക്ക് അതങ്ങ് ജസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കാം. ആ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കൂ. രണ്ട് പ്രോഡക്റ്റുകളാണ് A1 A2 നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. മില്ലിംഗ് ഡ്രില്ലിംഗ് മെഷീനിലൂടെയും കടന്നു പോകണം, അത് രണ്ടും എഴുതി കഴിഞ്ഞതാണ്. ദ പ്രോസസ് ടൈം പെർ യൂണിറ്റ് ഓഫ് A1 കാര്യം പറയുന്നത് 10 hours ഓൺ മില്ലിംഗ് ആൻഡ് 8 hours ഓൺ ഡ്രില്ലിംഗ്. പ്രോഡക്റ്റ് എയുടെ ഈ X1 X2 എഴുതണുണ്ട്, അതാണ് അതിൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം. X1 X2 ആണ്. നമ്മൾ X1 X2 എന്ന് എഴുതാം. മൂന്നാമത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ X3 എന്ന് കൊടുക്കുന്നു കേട്ടില്ല. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് ഇതിലെ വാരിയബിള്. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളതിനൊന്നും അത്ര പ്രസക്തിയില്ല. ഈ X1 X2 അത് എഴുതിയിരിക്കണം. അപ്പൊ പ്രോഡക്റ്റ് A1 മില്ലിംഗ് മെഷീനിൽ 10 hours, മില്ലിംഗ് മെഷീനിൽ 10 hours, ഡ്രില്ലിംഗ് മെഷീനിൽ 8 hours ഉപയോഗിക്കുന്നു. മറ്റേ പ്രോഡക്റ്റ് പ്രോസസിംഗ് ടൈം പെർ യൂണിറ്റ് ഓഫ് A2 ഓൺ ദ മില്ലിംഗ് മെഷീൻ ഇസ് 15 hours ആൻഡ് ഡ്രില്ലിംഗ് മെഷീൻ 10 hours. ഇത് 15 hours ഉപയോഗിക്കുന്നു, ഇത് 10 hours ഉപയോഗിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? The maximum number of hours available per week on the milling and drilling machines are 80 hours and 60 hours. മാക്സിമം ആണ് അത്. മില്ലിംഗ് മെഷീൻ 80 hour ഉപയോഗിക്കാം, ഡ്രില്ലിംഗ് മെഷീൻ 60 hour ഉപയോഗിക്കാം. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എഴുതുമ്പോൾ എല്ലിന്റെ മോഡല് ഞാനിങ്ങനെ ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ച് കയറട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. കാരണം അത് ആ കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിൽ പതിഞ്ഞു. പിന്നെ നിങ്ങളത് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതിനൊക്കെയാണ് ഞാൻ ക്ലാസ്സിൽ ഒരു 2 ദിവസമെങ്കിലും ക്ലാസ് വയ്ക്കും എന്ന് പറഞ്ഞതിൻ്റെയും ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിലെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സമയത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം മാത്രമല്ല, ബൈനോമിയലിൻ്റെയും പോയിസോണിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞത്. കേൾക്കുമ്പോഴുണ്ടല്ലോ കുട്ടികളെ, ഇങ്ങനെ ഈ വീഡിയോ ക്ലിപ്പിലൂടെ കേൾക്കുന്നത് പോലെയല്ല, എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ കിടന്നു. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അത് വീഡിയോ ക്ലിപ്പിലൂടെ അത് സാധിക്കില്ല. നിങ്ങൾ എത്ര ആൾ ഇത് എത്രമാത്രം വായിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എന്നെ നിങ്ങൾ കാണുന്നില്ല, ഞാൻ കാണുമ്പോൾ എൻ്റെ ചുണ്ടനക്കത്തിലൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കതിന് ഒരു ഇതുമില്ല. അതുകൊണ്ടാണ് 2 ക്ലാസ്സെങ്കിലും 2 ക്ലാസ് നിർബന്ധമായിട്ട് വേണമെന്ന് പ്രിൻസിപ്പളോട് അത്രയും ഇതായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം അങ്ങനെയെങ്കിലും നിങ്ങൾ 2 വാക്ക് കേൾക്കട്ടെ. ഇത് എത്ര ആൾ വായിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികൾ ഓരോന്നും കാണുന്നുണ്ടെന്നുള്ളത്, ഏത് ഫോൺ നമ്പറുകാരനെ ഇത് കണ്ടിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഓരോ ക്ലാസ്സും അതൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കുറേ അങ്ങ് കാട് കയറിപ്പോവും. പിന്നെ അത് പ്രശ്നങ്ങളായി തീരണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാത്തത്. വേണ്ട കുട്ടികൾ പഠിക്കട്ടെ, വേണ്ടാത്ത കുട്ടികൾ പഠിക്കണ്ട. ഇപ്പം തന്നെ ഇത് കിട്ടിയാൽ കേട്ടല്ലോ, കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം S5ഉം S6 ഒക്കെ എളുപ്പത്തിൽ പാസ്സാവും. S3ഉം S4 ആണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്നത്. അവിടെ തോറ്റാൽ 1 വർഷം പിന്നെ പോയി.
ഈ S3യിലും S4ലും പോയി ആ പേപ്പർ എഴുതണമെങ്കിൽ പിന്നത്തെ S3 S4 വരണമെങ്കിൽ നിങ്ങളുടെ S6 കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അതിനൊരു ചാൻസ് കിട്ടുക. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദോഷം. അത് വൈകിയാൽ റിസൾട്ട് വരാൻ ഒരു വർഷം നിങ്ങളുടെ വേസ്റ്റാണ്. അത് ഒഴിവാക്കാനാണ് ഈ S4ഉം S3യും ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്നതാണ് S3ക്കും S4നും. അതുകൊണ്ട് ക്ലാസ് കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തൊന്ന് പൊടി തട്ടി നോക്കുക. പരീക്ഷയുടെ തലേദിവസം ഒന്നും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അത് അങ്ങോട്ട് പറഞ്ഞു പോകണ്ട. അപ്പം ആദ്യത്തേത് എത്ര പറയണമെന്ന് പറഞ്ഞത് 80 hours ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയാണ് പറഞ്ഞു വന്നതേ. ലെസ് ദാൻ എന്നുള്ളത് എൽ കണ്ടല്ലോ, എല്ലാണ് എഴുതിയിരിക്കുന്നത് ഓർ ഈക്വൽ ടു. രണ്ടാമത്തേതും ലെസ് ദാൻ ആണ്, 60 hourൽ കൂടുതൽ അതിനും നിങ്ങൾക്ക് ഇല്ല കേട്ടല്ലോ. ഇനി അവസാനം പറയുന്നത് ഇതിന്റെ പ്രോഫിറ്റ് ആണ്. എയിൽ നിന്ന് 25, ബിയിൽ നിന്ന് 35. ഇത് 25ആണ്, ഇത് 35ആണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉടനെ തന്നെ എഴുതി. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ആദ്യത്തെ എന്താ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ എഴുതുന്നത് മാക്സിമൈസേഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. മാക്സിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് പ്രോഫിറ്റ് എഴുതാം, x1ഉം x2ഉം അതിൻ്റെ കൂടെ എഴുതാം. ഈക്വൽ ടു 25x1 പ്ലസ് 35x2. ആദ്യത്തേത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കൺസ്ട്രെയിൻസ് ആണ്, ലിമിറ്റേഷൻ ആണ്. അത് ഇവിടെ ടൈമാണ് കൺസ്ട്രെയിൻസ്. ഉടനെ തന്നെ എഴുതാൻ എന്താണ് സബ്ജക്റ്റ് ടു, മറക്കരുത്. സബ്ജക്റ്റ് ടു കണ്ടീഷൻ, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്, സബ്ജക്റ്റ് ടു ലിമിറ്റേഷൻ, സബ്ജക്റ്റ് ടു എന്ത് റെസ്ട്രിക്ഷൻ എന്ത് വേണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും എഴുതാം. സബ്ജക്റ്റ് ടു എന്ന് കൊണ്ട് 2 കുത്തങ്ങിടാം. എന്നിട്ട് ഈ കാണുന്നത് ഇങ്ങനെ അങ്ങോട്ട് എഴുതാം. ഇവിടെ x1 എഴുതാം, ഇവിടെ x2 കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പകർത്തി വയ്ക്കാം. 10x1 പ്ലസ് 15x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. ഇതൊരിക്കലും ഈക്വൽ അല്ല, ഇൻഈക്വാലിറ്റിനെയാണ് ഇത് കാണിക്കുന്നത്. 80 hourൽ താഴെയുള്ളൂ. നിങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത് 10 ആണ് ആകെ. ഇത് ഈ മുഴുവൻ നിങ്ങൾക്ക് ഇവിടേക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ഇവിടേക്ക് ഉപയോഗിക്കാം, കുറച്ച് ഇവിടേക്ക് ഉപയോഗിക്കാം. അത് ഈ പ്രോഡക്റ്റിന്റെ ഉൽപ്പാദനം എത്ര എണ്ണം വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം. 80 hourൽ താഴെയുള്ളൂ കേട്ടല്ലോ. ഇത് 10 ആണ്, നിങ്ങൾക്ക് ഇതിന്റെ 10 hour വേണം. 8 എണ്ണം ഇത് ഉൽപ്പാദിപ്പിച്ചാൽ കഴിഞ്ഞു. ഇത് ഉൽപ്പാദിപ്പിക്കാൻ തന്നെ പറ്റുന്നില്ല. ആ സമയത്ത് നിങ്ങൾ ഇത് 2 എണ്ണം ഉപയോഗിച്ചു. അപ്പൊ 10 × 2 20 എണ്ണായി കേട്ടല്ലോ. 2 × 10 20 കഴിഞ്ഞു. ബാക്കിയുള്ള 60ഉം ഇതിന് കൊടുക്കാം. അതായത് ഇത് 4 യൂണിറ്റ് ഉപയോഗിക്കാന്ന്. അതാ പറഞ്ഞ. അപ്പൊ എങ്ങനെ കൂട്ടിയാലും 80 hourലേക്കാൾ കൂടാൻ പാടില്ല. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തത്. രണ്ടാമത്തേത് എടുക്കാം. അതെന്താ 8x1 പ്ലസ് 10x2 ഈസ് ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ആകെ 60 ഉള്ളൂ. ഇത് 8 hour ഇതിന് വേണം. 8 × 5 എണ്ണം ഉൽപ്പാദിപ്പിച്ചു. 5 എണ്ണാണ് 5 40 കഴിഞ്ഞു. ബാക്കി 2 hour ഉള്ളൂ, അല്ലെ 20 hour ഉള്ളൂ. ആ 20 hour ഇവിടേക്ക് എത്ര കൊടുക്കാം? 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാം. 2 × 10 20. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതാണ് ഞാൻ പറഞ്ഞത് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ്. 80 hour ഉള്ളൂ. ഇതിന് ഒരു യൂണിറ്റിന് 10 hour വേണം. ഇതൊരു യൂണിറ്റിന് 15 hour വേണം. ഇത് 3 യൂണിറ്റ് ഉപയോഗിച്ചോളൂ, ബാക്കിയുള്ളത് ഇതിന് കൊടുത്തോളൂ. അല്ലെങ്കിൽ ഇത് 5 യൂണിറ്റ് ഉപയോഗിച്ചോളൂ. 5 യൂണിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം 15 × 5 75, പിന്നെ ഇല്ല. 5 യൂണിറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊരു 4 യൂണിറ്റ് ഉപയോഗിച്ചു. 15 × 4 60, ബാക്കി എത്രയുണ്ട്? 20 ഉണ്ട്. അത് ഇവിടേക്ക് കൊടുത്തു. അപ്പൊ ഇത് 2 യൂണിറ്റ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻസ്. അതെന്താ വേണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് നമ്മൾ അങ്ങോട്ട് പറയാണ് കേട്ടല്ലോ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് അവസാനം നമ്മൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് പറയാണ്. അതായത് x1 2 ഇവിടെ, അതുകൊണ്ടാണ് x1 ആൻഡ് x2 എന്ന് പറഞ്ഞത്. 3 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണവും കാണിക്കാം. എന്നിട്ട് പറയാം ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതൊരിക്കലും 0 അല്ല, 0 ആകാം കേട്ടല്ലോ. ഇത് ഈ ഒരു പ്രോഡക്റ്റ് 8 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. ഇത് 0 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. ഓക്കെ, ഒരു വിരോധമില്ല. 8 യൂണിറ്റ് ഇത് ഉൽപ്പാദിപ്പിച്ച 80, അത് മാത്രം ഉൽപ്പാദിപ്പിക്കാം. ഇത് നോക്കൂ, ഇതൊരു 6 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. 6 × 10 60. ഇത് ഉപയോഗിക്കില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. 0 വരെ ആകാം x1ഉം x2ഉം. അതിന്റെ താഴേക്ക് നെഗറ്റീവ് ആയിട്ട് പോവില്ല. കഴിഞ്ഞു.
ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. കേട്ടല്ലോ, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഈ എഴുതി തരുന്നത് അങ്ങനെ തന്നെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.